ഋഭുഗീത അധ്യായം 1. ശിവരഹസ്യത്തിലെ 4-ാം അധ്യായം. ഋഭുഗീത 1-ാം അധ്യായം. ഋഭു നിദാഘ സംവാദം എന്നാണ് ഈ പ്രഥമ അധ്യായത്തിൻ്റെ പേര്. ഏറ്റവും ശ്രേഷ്ഠമായ ആ പരമരഹസ്യത്തെ അനാച്ഛാദനം ചെയ്യുകയാണ് ഋഭുവും നിദാഘനുമായുള്ള ഈ സംവാദം. ഹിമാദ്രിശിഖരേ തത്ര കേദാരേ സംസ്ഥിതം ഋഭും കേദാരേശം പൂജ്യന്തം ശാംഭവം മുനിസത്തമം ഭസ്മരുദ്രാക്ഷസമ്പന്നം നിസ്പൃഹം മുനിയോ ബ്രുവൻ. ഉത്തുംഗ ഹിമശൃംഗമായ കേദാരഭൂവിൽ വസിക്കുന്നവനും ഋഷിമാരിൽ അത്യുത്തമനും ശ്രേഷ്ഠ ശിവഭക്തനുമായ ഋഭുമുനി ഭസ്മരുദ്രാക്ഷഭൂഷിതനായി കേദാരേശ്വരനായ ശിവനെ ആരാധിച്ച് കഴിയുന്ന നാളൊന്നിൽ അവിടെ തപസ്സനുഷ്ഠിക്കുന്ന മറ്റ് ഋഷിമാർ അദ്ദേഹത്തെ സമീപിച്ച് അറിവിനും അറിവായ പരമജ്ഞാനത്തെ തങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഋഭു തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനും മറ്റൊരു മഹാഋഷീശ്വരനായ പുലസ്ത്യൻ്റെ മകനുമായ നിദാഘനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുനിമാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഋഭുവും നിദാഘനും ആരാണെന്നും അവരുടെ ഗുരുശിഷ്യബന്ധം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മുമ്പും പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. നാഗോപ്യം ഭവതാസ്മി ശാംഭവേഷു മഹാത്മസ്യ ത്രിനേത്ര പ്രേമസദനാൻ യുഷ്മാൻ പ്രേക്ഷ്യവദാമി തത്. ശിവഭക്തരായ മഹത്തുക്കളെ, നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ മറച്ചു വയ്ക്കേണ്ടതില്ല. അങ്ങനെ ഗോപ്യമായി ഒന്നും തന്നെയില്ല. ത്രിനേത്രൻ അഥവാ മുക്കണ്ണൻ്റെ പ്രേമസദനമായ കേദാരഭൂവിൽ വെച്ച് തന്നെ ഞാൻ ആ വലിയ രഹസ്യത്തെ, ആ പരമജ്ഞാനത്തെ പറഞ്ഞു തരാം. ഇത് വേദസാര മകുടമായ ശങ്കരസൂത്ര വിജ്ഞാനമാണ്. ശിവനിൽ നിന്നും ഉത്ഭൂതമായിരിക്കുന്ന ജ്ഞാനത്തെ ശ്രവിച്ച് ശിവഭക്തിയിലൂടെ ഇന്ദ്രിയങ്ങളെ ജയിച്ച് സംസാരസാഗരത്തെ കടക്കുന്നത് എങ്ങനെയെന്ന് ബ്രഹ്മതത്വാന്വേഷകരായ ഋഷിശ്രേഷ്ഠന്മാരെ കേട്ടാലും എന്ന് പറയുകയാണ്. ശിവൻ അഥവാ ആദിഗുരു, ആദ്യത്തെ ഗുരു ഋഭുവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ശിവഭക്തി എന്നാൽ ഗുരുഭക്തി എന്ന് തന്നെ കരുതിക്കൊള്ളണം. വിശ്വസ്യ കാരണമുമാപതിരേവ ദേവ വിദ്യോദകോ ജഡജഗത്പ്രമദൈകഹേതു ന തസ്യ കാര്യകരണം മഹേഷിതു സ ഏവ തത്കാരണമീശ്വരോ ഹരഃ. ഈ വിശ്വം അഥവാ ജഗത്തിന് കാരണമായിരിക്കുന്നതും അതിനെ പ്രകാശിപ്പിക്കുന്നതും ജഗദാനന്ദത്തിന് കാരണമായിരിക്കുന്നതും ജഗത്തിന് ഹരനായിരിക്കുന്നതും ഉമാപതിയായ ദേവൻ തന്നെ. ഈ ലോകം അഥവാ ജഗത്തിന് കാരണം ഈശ്വരൻ അഥവാ ബ്രഹ്മം തന്നെ. എങ്ങനെ? ഈശ്വര ചൈതന്യത്തിൽ അഥവാ ബ്രഹ്മബോധത്തിലാണ് ഈ ലോകം ഉദിച്ചിരിക്കുന്നത്. ലോകം എന്ന കൽപ്പന ഉളവായിരിക്കുന്നത് ബ്രഹ്മബോധത്തിലാണ്. ആ ജഗത്തിലുള്ള എല്ലാ രൂപങ്ങളെയും പ്രകാശിപ്പിച്ചിരിക്കുന്നതും അതുള്ളതായി തോന്നിപ്പിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. ഈ ജഗത്തിലുള്ളവായിരിക്കുന്ന ആനന്ദം, ബ്ലിസ്ഫുൾനെസ്, അതിന് കാരണമായിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. ഈ ജഗത്തിന് ഹരൻ അഥവാ സംഹാരകനായിരിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. ജഗത്തിനെ ഉളവാക്കുന്നതും അതിനെ മായ്ച്ചു കളയുന്നതും ബ്രഹ്മം തന്നെ. തുടർന്ന് തൻ്റെ ശിഷ്യനായ നിദാഘനോടായിട്ട് ഋഭു പറഞ്ഞു തുടങ്ങുകയാണ്. പിന്നീട് നിദാഘനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ മുഴുവൻ ടെക്സ്റ്റും പോകുന്നത്. അല്ലയോ നിദാഘ, ത്രികാലങ്ങളിലും അറിയുവാൻ കഴിയാത്ത ആത്മതത്വത്തെ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ശിവോപതിഷ്ടം സംക്ഷിപ്യ ഗുഹ്യാത് ഗുഹ്യതരം സദാ അനാത്മേതി പ്രസംഗാത്മാ അനാത്മേതി മനോവിവ അനാത്മേതി ജഗദ്വാപി നാസ്ത്യന്യാത്മേതി നിശ്ചിനു. ഇത് മനോഹരമായ ഒരു സത്യചിന്തനമാണ്. ഈ പറയുന്നത് മാത്രം മനസ്സിലാക്കിയാൽ ഈ ഋഭുഗീതയുടെ കാതൽ നമുക്ക് ഉൾക്കൊള്ളാം.
ഗീതയുടെ മാത്രമല്ല, ജ്ഞാനത്തിൻ്റെ കാതൽ ഈ വരികളിലുണ്ട്. രഹസ്യങ്ങളിൽ വെച്ച് മഹാരഹസ്യമായ ഈ ജ്ഞാനം ശിവൻ സംക്ഷേപിച്ചുപദേശിച്ചിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചുകൊള്ളുക. അനാത്മേതി പ്രസംഗാത്മാ, ഇത് പറയുന്നവനും, അതായത് ഞാൻ അഥവാ ഋഭു, ഇത് പറയുന്നവൻ അഥവാ ഞാൻ എന്നതുളവാക്കുന്ന മനസ്സും ഈ ലോകം തന്നെയും ഇല്ലാത്തതാകുന്നു ഉറപ്പിച്ചുകൊള്ളുക. ഇതാണ് ആദ്യം പറയുന്നത്. അതായത് ഋഭു അഥവാ ഞാൻ എന്ന ഒരു ശരീരത്തെ ശിഷ്യൻ അവിടെ ഇരുന്ന് കാണുകയാണ്. അങ്ങനെ ഒരു ശരീരം, അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിത്വം, ഐഡൻറ്റിറ്റി ഇല്ലാത്തതാണ്. അങ്ങനെ ഋഭു എന്ന ഒരാളുണ്ട്, പറയുന്നവൻ എന്ന ഒരാളുണ്ട് എന്നതുളവാക്കുന്ന മനസ്സും, ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയെ ഉളവാക്കുന്നത് മനസ്സാണ്. ആ മനസ്സും ഇല്ലാത്തതാണ്. ഈ കാണുന്ന ലോകം തന്നെയും ഇല്ലാത്തതാകുന്നു. ഇത് ഉറപ്പിച്ചുകൊള്ളുക. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഗുരു ഋഭു എന്ന രൂപമില്ലാത്തതാണ്. അങ്ങനെ ഒരു ഗുരു അഥവാ ഋഭു ഉണ്ട്, ഒരു പ്രത്യേക ജീവനുണ്ട് എന്നതുളവാക്കുന്ന മനസ്സ് ഇല്ലാത്തതാണ്. പറയുന്നവനും കേൾക്കുന്നവനും എന്ന ദ്വൈതം നിലകൊള്ളുന്നത് അഥവാ രണ്ടുണ്ട് എന്നതുളവാക്കുന്ന ജഗത്ത് അഥവാ ലോകം, ആ ലോകവും ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ ഉള്ളത് ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മം തന്നെ നീയും ഞാനും. അതല്ലാതെ മറ്റൊന്നും തന്നെ അല്പം പോലും എവിടെയെങ്കിലും എന്തിലെങ്കിലും ഇല്ലാത്തതാണ്. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. സർവസങ്കല്പശൂന്യത്വാത് സർവാകാര വിവർജനാത് കേവലം ബ്രഹ്മഭാവത്വാത് നാസ്ത്യന്നാത്മേനി നിശ്ചിതു. നാസ്ത്യന്നാത്മേതി നിശ്ചിനു. എല്ലാ സങ്കല്പങ്ങളെയും ചിന്തകളെയും ഒഴിച്ച്, എല്ലാ രൂപങ്ങളെയും ത്യജിച്ച്, എല്ലാ സർവസങ്കല്പശൂന്യത്വാത് സർവാകാര വിവർജനാത്, എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ രൂപങ്ങളെയും ഒഴിച്ച് കേവലം ബ്രഹ്മം മാത്രം എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ചിന്താഭാവേ ചിന്തനീയേ ദേഹാഭാവേ ജരാജന. മനസ്സിനെ അടക്കുന്നതോടെ, ശരീരത്തെ വിസ്മരിക്കുന്നതോടെ ജരാനരകളും ഇല്ലാതാകുന്നു. ചിന്താഭാവേ ചിന്തനീയോ, ചിന്താഭാവം ഇല്ലാതാകുമ്പോൾ ചിന്തിക്കുന്നവൻ ഇല്ലാതെയാകുന്നു. മനസ്സ് അസ്തമിക്കുമ്പോൾ ചിന്തകൾ അസ്തമിക്കും. മനസ്സില്ല എങ്കിൽ ശരീരമെന്ന ബോധവും ഇല്ലാതെയാകും. ശരീരചിന്ത ഇല്ലാതായാൽ പിന്നെ അതിന് ജരയോ നരയോ എന്നതൊരു വിഷയമേ അല്ല. താൻ ശരീരമല്ല എന്നുറച്ചാൽ പിന്നെ അതിൻ്റെ ജര, നര, പ്രായം, സൗന്ദര്യം, സൗകുമാര്യം ഇതൊക്കെ എവിടെയാണ്? പിന്നെ ഒന്നും തന്നെ ഇല്ല. കേവലം ബ്രഹ്മഭാവത്വാത്, ഉള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ്. അതുമാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. കാലുണ്ട് എന്നത് മറന്നാൽ ചലനം നിലയ്ക്കും. പിന്നെ ചലനവും യാത്രയും ഒന്നുമില്ല. കൈകളുണ്ട് എന്നത് വെടിഞ്ഞാൽ പിന്നെ കർമ്മവും നിലയ്ക്കും. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. അതുമാത്രമേ ഉള്ളൂ. താൻ സ്വയം അതുതന്നെ. അത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ബ്രഹ്മാവ് അഥവാ സൃഷ്ടിയുണ്ട് എന്ന ഭാവം വെടിഞ്ഞാൽ ജഗത് അഥവാ ലോകമില്ലാതാകും. ലോകമില്ലെങ്കിൽ പിന്നെ ഹരിയുമില്ല, സ്ഥിതിയുമില്ല. സൃഷ്ടി എന്നതില്ലെങ്കിൽ സ്ഥിതി, സംഹാരം ഇവയും ഇല്ലാതാകും. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം. അതുമാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. മൃത്യുർനാസ്തി ജരാഭാവേ, ജരാഭാവം, ശരീരത്തിൻ്റെ പ്രായം അല്ലെങ്കിൽ അതിൻ്റെ പഴക്കം, അതിനെ സംബന്ധിച്ച ചിന്ത ഒഴിഞ്ഞാൽ മരണചിന്തയും ഒഴിയും. അതോടെ ലോകവും ലോകസംബന്ധിയായ വേദങ്ങളും വേദോദ്ഭവങ്ങളായ ദേവതകളും ഇല്ലാതെയാകും. ആ കൽപ്പനകളും ഇല്ലാതെയാകും. ധർമ്മം, ശുദ്ധി, സത്യം,
ഭയം തുടങ്ങിയ വികാരങ്ങളെല്ലാം ഇല്ലാത്തത് തന്നെയാണ്. മേൽപ്പറഞ്ഞവയെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ട താൽക്കാലികമായ അവസ്ഥകൾ മാത്രമാണ്. ഇവയെല്ലാം ഇല്ലാത്തതാണ്. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. അതുമാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളുക. അക്ഷരോച്ചാരണം നാസ്തി അക്ഷരത്യജടം മമ കേവലം ബ്രഹ്മമാത്രത്വാത് നാസ്ത്യനാത്മേതി നിശ്ചിനു. അക്ഷരോച്ചാരണം നാസ്തി. അക്ഷരമായ എൻ്റെ ബോധത്തെ അക്ഷരം കൊണ്ടറിയിക്കുക സാധ്യമല്ല. അക്ഷരമായ നാശമില്ലാത്തതായ എൻ്റെ ബോധത്തെ വാക്കുകൾ കൊണ്ടോ ശബ്ദം കൊണ്ടോ പറഞ്ഞറിയിക്കാവതല്ല. ഇത് പറയാവതല്ല. എന്തെങ്കിലുമാണ് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയാൽ, ഉദാഹരണത്തിന് ഞാൻ ജാഗ്രതാണ് എന്ന് പറയാൻ കഴിയില്ല, സ്വപ്നമാണ് എന്ന് പറയാൻ കഴിയില്ല, സുഷുപ്തിയാണ് എന്ന് പറയാൻ കഴിയില്ല, തുര്യമാണ് എന്നും പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴേക്കും അതിനെയും കടന്നു നിൽക്കുകയാണ് സ്വനില. അതുകൊണ്ടാണ് ബ്രഹ്മസാരൂപ്യം ലഭിച്ച ഋഷീശ്വരന്മാർ ഋഭുഗീത, ഒഴിവിലൊടുക്കം പോലുള്ള ഗ്രന്ഥങ്ങളിൽ തുര്യാതീത പരശിവ, ബോധാതീത ബ്രഹ്മ എന്നൊക്കെ പറയുന്നത്. ഒരിടത്തും ബ്രഹ്മത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ഇതാണ് എന്ന് പറയുന്നതിനും അതീതമാണ്. അതറിയാൻ കഴിയുന്നത് സ്വനിലയെ അറിഞ്ഞ, അല്ലെങ്കിൽ അത് അനുഭവിച്ച എന്ന പദം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അനുഭവിച്ചാൽ പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിന് മാത്രമാണ് ആ സ്വനില എന്ത് എന്നറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടും ശബ്ദം കൊണ്ടും പറയുന്നതൊന്നും പൂർണ്ണമല്ല. അങ്ങനെ പൂർണ്ണമായുള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ്. അതുമാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളുക. ഗുരുരിത്യപി നാസ്തേവ ശിഷ്യോ നാസ്തീതി തദ്വതഃ. ഗുരു എന്നതുമില്ല, ശിഷ്യൻ എന്നതുമില്ല. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം. ഗുരുവായും ശിഷ്യനായും രണ്ട് രൂപങ്ങളായി ജഗത്തിൽ പ്രകാശിച്ചിരിക്കുന്നത് ഒന്നായ ബ്രഹ്മം തന്നെയാണ്. അവിദ്യ മറയുമ്പോൾ രൂപങ്ങൾ മറഞ്ഞ് ഒന്നായ ഉള്ള പൊരുളായ ബ്രഹ്മം മാത്രം അവശേഷിക്കും. ഈ ശിഷ്യരൂപത്തിൻ്റെ മറ നീങ്ങും വരെയേ ഗുരു എന്ന പ്രത്യേക രൂപം നിലനിൽക്കുന്നുള്ളൂ. ആ മറ നീങ്ങിയാൽ പിന്നെ ശിഷ്യൻ ഗുരു തന്നെയായിത്തീരുന്നു. ഗുരു സാക്ഷാത് ബ്രഹ്മം തന്നെയും. ഏകഭാവാൻ അദ്വിതീയം ന ദ്വിതീയാന്ന ചൈകതഃ. ഏകം അഥവാ ഞാൻ ഉണ്ട് എന്ന ഭാവം ഉദിച്ചാലേ രണ്ട് അഥവാ രണ്ടാമതൊന്ന് അന്യൻ എന്ന ഭാവം ഉദിക്കും. അതുപോലെ തന്നെ രണ്ടുണ്ടെങ്കിലേ ഒന്നും ഉണ്ടാകുന്നുള്ളൂ. സത്യവും അങ്ങനെ തന്നെയാണ്. സത്യം എന്ന ഭാവം വരുമ്പോൾ അവിടെ അസത്യം എന്നതുദിക്കുന്നു. ബ്രഹ്മത്തിന് ഞാൻ ഉണ്ട് എന്നതും സത്യം എന്നതുമില്ല. അവിടെ അല്പമാത്രമായ ഭാവം പോലും ഒന്നിനെ സംബന്ധിച്ചുമില്ല. അസത്യമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സത്യവും ഉണ്ടായി വരുന്നു. അശുഭം ഉദിക്കുമ്പോൾ ശുഭവും ഉണ്ടായി വരുന്നു. നല്ലത് എന്നത് വന്നാൽ അവിടെ ചീത്തയും ഉണ്ടാകുന്നു. ഒന്നാണ് മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നത്. ഈ സൃഷ്ടിക്കപ്പെടുന്നതിലെല്ലാം ഒരു ദ്വൈതമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിലും എന്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ആ സൃഷ്ടിക്കപ്പെട്ടതിലെല്ലാം ഒരു ദ്വൈതമുണ്ട്. അത് ഈ പ്രവർത്തനോർജത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭയം യദ്യഭയം വിധി അഭയാത് ഭയമാപതേത്. നിർഭയത്വം അഥവാ ഭയമില്ല എന്ന് ചിന്തിക്കുന്നയിടത്ത് ഭയം ഉദിക്കുന്നു. അതുപോലെ ഭയം ഉദിക്കുന്നയിടത്ത് നിർഭയത്വം എന്നതും ഉളവാകുന്നു. അപ്പോൾ ഭയവും അഭയവും ഇല്ലാത്തതാണ്. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളുക. മോക്ഷം എന്നതും ബന്ധം എന്നതിൽ നിന്നാണ് ഉദിക്കുന്നത്. നാം ബദ്ധരാണ് എന്ന ചിന്തയിൽ നിന്നാണ് മുക്തമാവണമെന്ന ഭാവം ഉദിക്കുന്നത്. ബദ്ധമല്ലാത്തതിന് മോക്ഷഭാവവുമില്ല.
എന്തിനോടെങ്കിലും ആരോടെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ നിന്നാണ് അതിൽ നിന്ന് ബന്ധമോക്ഷം വരുത്തേണമെന്ന് ഈശ്വര എന്ന് വരുന്നത്. അതുപോലെ തന്നെയാണ് ജനിമൃതികളും. ജനനമുണ്ടെങ്കിലേ മരണമുള്ളൂ. ഒന്ന് ജനിച്ചിരിക്കുന്നു എന്ന് ഭാവിക്കുന്ന ഇടത്തു മരണവും ഉദിച്ചു കഴിഞ്ഞു. അപ്പോൾ ബന്ധം, മോക്ഷം, ജനനം, മരണം എന്നിങ്ങനെയുള്ള ദ്വൈതഭാവങ്ങളെയെല്ലാം ത്യജിച്ചു കൊള്ളണമെന്ന് സാരം. ത്വമിത്യവിഭവേച്ചാഹം, നീ ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഞാൻ എന്നതുണ്ടെങ്കിലേ നീ എന്നതും ഉണ്ടാകുന്നുള്ളൂ. അത് അഥവാ അന്യവസ്തു ഉണ്ടെങ്കിലേ ഇത് അഥവാ സ്വവസ്തു എന്നതും ഉണ്ടാകുന്നുള്ളൂ. ഇത് ഇല്ലെങ്കിൽ അത് എന്നതുമില്ല. ഒന്നുണ്ട് എന്ന് ഭാവിക്കുന്ന ഇടത്ത് ഇല്ല എന്നതും ഉദിക്കുന്നു. ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അതിനോടൊപ്പം തന്നെ ഇല്ല എന്നതും വന്നു കഴിഞ്ഞു. ഇല്ല എന്നതിൽ നിന്ന് ഉണ്ട് എന്നതും. കാര്യം ഉദിക്കുന്നതിന് കാരണമുണ്ടായിരിക്കുന്നു. കാരണമില്ലെങ്കിൽ കാര്യവുമില്ല. ദ്വൈതമുണ്ടായ ഇടത്തു നിന്നാണ് അദ്വൈതം എന്നത് ഉദിക്കുന്നത്. അദ്വൈതത്തിൽ നിന്ന് ദ്വൈതവും. ദൃശ്യം യതി ദൃഗപ്യാസ്തി ദൃശ്യഭാവേ ദൃഗേവന. കാഴ്ചക്കാരൻ അഥവാ കാണുന്നവനെ സൃഷ്ടിക്കുന്നു, കാണുന്നവൻ കാഴ്ചയെയും. അന്തര്യാദി ബഹിർസത്യം, അകം ഉണർന്നാൽ പുറവും ഉണരുന്നു. അകമില്ലെങ്കിൽ പുറവുമില്ല. അന്തർഭാവമില്ലെങ്കിൽ ബഹിർഭാവവുമില്ല. പൂർണ്ണത്വം എന്ന ഭാവത്തിൽ നിന്ന് തന്നെയാണ് അപൂർണത്വം എന്നത് ഉദിക്കുന്നത്. ചിന്ത ഉദിക്കാൻ തുടങ്ങുന്ന മാത്രയിൽ തന്നെ അത് സകലതിനെയും പ്രകടിപ്പിക്കുന്നു. മനസ്സ് ചലിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം തന്നെ അത് ലോകത്തെ ഉളവാക്കും. ചിന്ത, മനസ്സ്, മായ ഇത് ഉദിച്ചില്ല എങ്കിൽ ലോകമുണ്ടാകയില്ല. ലോകത്തെ പ്രകടമാക്കുന്നത് മനസ്സാണ്, ചിന്തയാണ്. മനസ്സിനെ ഇല്ലാതാക്കിയാൽ അല്ലെങ്കിൽ മനസ്സിനെ അടക്കിയാൽ ഈ ലോകവും ഇല്ലാതാകും. അങ്ങനെ സമസ്തവും അടക്കിയാൽ ഞാനോ നീയോ അതോ ഇതോ ഇതൊന്നുമില്ല. സമസ്തവും അടങ്ങിയാൽ, നേതി ചെയ്ത് ഓരോന്നിനെയായി തള്ളിയാൽ മനസ്സുളവാക്കിയിരിക്കുന്ന ലോകവും ലോകത്തെ ഉളവാക്കിയ മനസ്സും ഇല്ലാതായാൽ പിന്നെ ഒന്നും തന്നെയില്ല. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം, കേവലം ചൈതന്യം മാത്രം. അതുമാത്രമേ ഉള്ളൂ. ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ബ്രഹ്മത്തെ ഒന്നിനോടും ഉദാഹരിക്കുക അല്ലെങ്കിൽ എന്തിനോടെങ്കിലും സാമ്യപ്പെടുത്തുക അസാധ്യമാണ്. ബ്രഹ്മത്തിന് ഒരു ദൃഷ്ടാന്തവും ഈ ലോകത്ത് പറയാവതല്ല, ഇനി പറയാനും കഴിയില്ല. ഇന്നതാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഇതുപോലെയാണ് ബ്രഹ്മം എന്ന് പറയുക അസാധ്യമാണ്. ഉള്ളത് കേവലം ബ്രഹ്മം മാത്രം എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. പരം ബ്രഹ്മാഹമസ്തീതി സ്മരണസ്യ മനോനഹി. ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുന്ന മനസ്സും ഇല്ലാത്തത് തന്നെയാണ്. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുന്നതും സ്വാനുഭൂതിയെയും കടന്ന് അതായിരിക്കുന്നതും രണ്ടവസ്ഥയാണത്. നമ്മൾ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ വേദാന്തത്തെ ഗ്രഹിച്ച് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വാക്കുകളെ ബുദ്ധിയാൽ, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. അത് ഗ്രഹിച്ച് അതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ അനുഭവിച്ച് അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച നിലയിൽ എത്തുന്നതും രണ്ട് തരം അവസ്ഥകളാണ്. ആദ്യത്തേത് മനസ്സിൻ്റെ അവസ്ഥയും രണ്ടാമത്തേത് സ്വനില അഥവാ സാക്ഷാത്കരിച്ച നിലയുമാണ്. ആ സാക്ഷാത്കരിച്ച നിലയിൽ അവിടെ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അനുഭവിച്ചു, ഞാൻ ശൂന്യമായി, ഇങ്ങനെയൊന്നുമില്ല. ഇതൊന്നും തന്നെ അവിടെ ഇല്ല. യാതൊന്നുമില്ല അവിടെ. ചിന്മാത്രം കേവലം ചാഹം നാസ്ത്യന്യ ആത്മേതി നിശ്ചിനു. കേവലം ചൈതന്യം മാത്രമാണ് ഞാനെന്ന് അറിയുക, ബ്രഹ്മമെന്നറിയുക.
ബ്രഹ്മത്തിൽ നിന്നും അന്യമായി ഒന്നും അല്പം പോലുമില്ല. സകലതും കേവല ബ്രഹ്മം മാത്രമെന്ന് ചുരുക്കം. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ, ഈ ബ്രഹ്മസത്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ബ്രഹ്മമായി ഭവിക്കുന്നു. നമുക്ക് ജീവനെന്ന് പറയാം, അവൻ അവൾ ഇതൊന്നും വേണ്ട, അതെല്ലാം ഇല്ലാത്തത് തന്നെ. ഇത്രയും കേട്ട ശേഷം നിദാഘൻ തൻ്റെ ഗുരുവായ ഋഭുവിനോടും ചുറ്റുമിരിക്കുന്ന ഋഷികളോടുമായി ചോദിക്കുന്നു, സത്യത്തിൽ അങ്ങ് ആരാണ്? ഋഭു ആരാണ്? ഭഗവാൻ തന്നെയോ? സത്യശ്രവണത്താൽ തൽക്ഷണം സംസാരസാഗരത്തെ തരണം ചെയ്ത മഹത്തുക്കളെ, ഋഷിമാരെ, നിങ്ങൾ ആരെങ്കിലും വെളിവാക്കിയാലും എന്നഭ്യർത്ഥിക്കുന്നു. അപ്പോൾ തുടർന്ന് ഋഭു കുറച്ച് മറുപടികൾ നിദാഘന് നൽകുന്നുണ്ട്. അതെല്ലാം ബ്രഹ്മം എന്ത് എന്നത് വെളിവാക്കുകയാണ്. ബ്രഹ്മം എന്ത് അഥവാ ഞാൻ എന്ത്, അങ്ങാരാണ് എന്നാണല്ലോ നിദാഘൻ ചോദിച്ചത്. സത്യത്തിൽ അങ്ങാരാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്താണ് എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. ഞാൻ ബ്രഹ്മം തന്നെ എന്നത് വെളിവാക്കുകയാണ്. തുടർന്ന് അഹമേവ പരബ്രഹ്മ അഹമേവ പരം സുഖം അഹമേവാഹമേവാഹം അഹം ബ്രഹ്മാസ്മി കേവലം. ഞാൻ പരബ്രഹ്മം മാത്രമാണ്. അഹമേവ പരബ്രഹ്മ, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഞാൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൗഖ്യവും. ഞാൻ തന്നെ അത് ഞാൻ തന്നെ, അതുമാത്രമാണ് ഞാൻ. ഞാൻ സ്വയം ബ്രഹ്മം തന്നെ. ആവർത്തിക്കുകയാണ്. എന്തിനാണ് ആവർത്തിക്കുന്നത്? ഇത് ആവർത്തിച്ചുറയ്ക്കാൻ വേണ്ടിയാണ്. ഇത് ഓരോ ജീവനുകളും ആവർത്തിക്കേണ്ടതാണ്. ഞാൻ ചൈതന്യമാകുന്നു, ഏറ്റവും ദിവ്യമായ ജ്ഞാനമാകുന്നു. ഞാൻ വാക്കുകൾക്കും ശബ്ദങ്ങൾക്കും അതീതമായിരിക്കുന്നു. ഞാൻ നാശമില്ലാത്തതാകുന്നു. ഞാൻ കേവല ബ്രഹ്മമാകുന്നു, കേവല ചൈതന്യമാകുന്നു. അഹമർത്ഥവിഹീനോസ്മി ഇതമർത്ഥവിവർജിതഃ. ഞാൻ അർത്ഥവിഹീനമാകുന്നു. അർത്ഥമെന്നാൽ സാരം, ലക്ഷ്യം, ധനം തുടങ്ങി പല അർത്ഥങ്ങളുണ്ട്, അതിന് മീനിങ്ങുകളുണ്ട്. ഇതിൽ ഏതെടുത്താലും ആ സകല അർത്ഥങ്ങളെയും ഞാൻ വർജിച്ചിരിക്കുന്നു. ബ്രഹ്മം എന്നാൽ ഇന്നതാണ്, ഇതാണ് അതിൻ്റെ സാരമെന്ന് പറയുക അസാധ്യമാണ്. സർവാനർത്ഥ വിമുക്തോസ്മി. ഞാൻ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിമുക്തമാണ്. എനിക്ക് അർത്ഥവുമില്ല അനർത്ഥവുമില്ല. ഞാൻ കേവലം ശുദ്ധ ചൈതന്യം മാത്രമാണ്, സ്വപ്രകാശമായ ചൈതന്യം മാത്രമാണ്, കേവലം ബ്രഹ്മം മാത്രമാണ് ഉള്ളത്. അതുമാത്രമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ബ്രഹ്മമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊന്നും തന്നെ അല്പം പോലും ഇല്ലാത്തതാണ്. ഇത് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊള്ളുക. നിത്യശുദ്ധോസ്മി ബുദ്ധോസ്മി. ഞാൻ നിത്യശുദ്ധവും നിത്യബുദ്ധവുമാണ്. ഞാൻ നിത്യമാണ്, എല്ലായ്പ്പോഴും ഉള്ളതാണ്, നാശമില്ലാത്തതാണ്. ഞാൻ നിത്യനിർമ്മലമാണ്. ഞാൻ നിത്യാനന്ദ സ്വരൂപമായ കേവലം ബ്രഹ്മം തന്നെ എന്നറിഞ്ഞുകൊള്ളുക. നിത്യപൂർണ്ണ സ്വരൂപോസ്മി സച്ചിദാനന്ദമസ്മ്യഹം. ഞാൻ പൂർണ്ണമായിരിക്കുന്നു. എല്ലായ്പ്പോഴും എൻ്റെ സ്വരൂപം പൂർണ്ണമാണ്. ഞാൻ സച്ചിദാനന്ദമാണ്. കേവലം അദ്വൈത രൂപമായ ഞാൻ സ്വയം ബ്രഹ്മം തന്നെ എന്നറിഞ്ഞുകൊള്ളുക. ഞാൻ നിർണയാതീതമായിരിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക വസ്തുവായോ ഏതെങ്കിലും പ്രത്യേക ഇടത്തിലോ നാമരൂപങ്ങൾ കൊണ്ടോ സമയകാലങ്ങൾ കൊണ്ടോ എന്നെ നിർണയിക്കാവതല്ല. ഞാൻ ആദ്യന്തരഹിതമാകുന്നു. എനിക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഈ പ്രകൃതിയിൽ കാണായതൊന്നും ഞാനല്ല എന്നറിഞ്ഞുകൊള്ളുക. സ്വസങ്കല്പഹീനോഹം സർവവിദ്യാവിവർജിതഃ.
ഞാനൊന്നും തന്നെ സങ്കല്പിക്കുന്നില്ല. ഒരു സങ്കല്പവും ഞാനല്ല, ഒരു സങ്കല്പവും ബ്രഹ്മമല്ല. എല്ലാ സങ്കല്പങ്ങളും മായയിലാണ്. ഞാൻ എല്ലാ അവിദ്യകളെയും വർജിച്ചിരിക്കുന്നു. ഒരു മായാവിദ്യയും അല്പം പോലും ഞാനല്ല, എനിക്കില്ല. ഞാൻ കേവലം ബ്രഹ്മം മാത്രമാണ്. അത് ആവർത്തിച്ചുറപ്പിച്ചു കൊള്ളുക. സർവനാമാദിഹീനോഹം സർവരൂപവിവർജിതഃ സർവസംഗവിഹീനോഹം അഹം ബ്രഹ്മാസ്മി കേവലം. ഒരു നാമവും ഞാനല്ല, ഒരു രൂപവും ഞാനല്ല, എനിക്കൊരു സംഘങ്ങളുമില്ല. എനിക്ക് പ്രത്യേക പേരില്ല, രൂപമില്ല, ഞാൻ ഒന്നിലും ബദ്ധവുമല്ല. ഞാൻ കേവലം ബ്രഹ്മം മാത്രമാണ്, അതുതന്നെ എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. സർവാജാം വിധിശ്ചാസ്മി. എല്ലാ വാക്കുകളും ശബ്ദങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനാണ്. എല്ലാ ശബ്ദങ്ങളും എന്നിൽ നിന്നും ഉളവായിരിക്കുന്നു. എല്ലാ വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും അപ്പുറമാണ് ഞാൻ. സമയം, ഇടം തുടങ്ങി കാലദേശ സംബന്ധമായ ഒന്നുകൊണ്ടും എന്നെ അളക്കാവതല്ല. ഞാൻ കേവലം ബ്രഹ്മം മാത്രമാണ്, അത് ഉറപ്പിച്ചുകൊള്ളുക. എല്ലാ രൂപങ്ങളും എന്നിൽ തന്നെ ഒടുങ്ങുന്നു. എൻ്റെ ബോധത്തിൽ ഉദിച്ച രൂപങ്ങളെല്ലാം അവിടെ തന്നെ അസ്തമിക്കുന്നു. പ്രൊജക്റ്റ് ചെയ്ത് വന്നതെല്ലാം അതിൻ്റെ സോഴ്സിലേക്ക് തന്നെ മടങ്ങുന്നു. സർവനാമാവധി സുഖം. നാമങ്ങളിലെ ആനന്ദം, അതായത് നാമങ്ങളുടെ സാരസുഖം ഞാൻ തന്നെയാണ്. നാരായണായ നമ എന്ന് ജപിക്കുമ്പോഴുണ്ടാകുന്ന സുഖം അത് ഞാനാണ്, ബ്രഹ്മമാണ്. ആ പദത്തിലൊരു സുഖമുണ്ട്, ആ പറച്ചിലൊരു സൗഖ്യമുണ്ട്. നാരായണായ നമ എന്ന് നാം പറയുമ്പോൾ, ഒരു ശബ്ദം ഉളവാകുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സൗഖ്യം അത് ബ്രഹ്മമാണ്. എല്ലാ കൽപ്പങ്ങളുടെയും ഒടുക്കം ഞാൻ തന്നെയാണ്. എല്ലാ കൽപ്പങ്ങളും എന്നിൽ തന്നെ എല്ലാ കാലവും ഒടുങ്ങുന്നു. ഞാൻ കേവലം ബ്രഹ്മം മാത്രമാണ്, അത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. കേവലം ബ്രഹ്മമാത്രാത്മാ, കേവലം ശുദ്ധചിദ്ഘനഃ, കേവലാഖണ്ഡസാരോസ്മി, അഹം ബ്രഹ്മാസ്മി കേവലം. ഞാൻ കേവല ബ്രഹ്മം മാത്രമാണ്. ഞാൻ കേവലം ശുദ്ധബോധാത്മമാണ്, ചിദ്ഘനമാണ്. ബോധത്തിന് ഘനമായിരിക്കുന്നത്, സാരമായിരിക്കുന്നത് ഞാനാണ്. ഞാൻ അഖണ്ഡമായ സാരമാണ്. എവിടെയും ഖണ്ഡിക്കപ്പെടാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത, രണ്ടില്ലാത്ത ആത്മാവാണ് ഞാൻ. കേവലം ബ്രഹ്മം മാത്രമെന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. കേവലം ജ്ഞാനരൂപോസ്മി. ഞാൻ കേവല ജ്ഞാനം അഥവാ അറിവാകുന്നു. അറിവിൻ്റെ ഏകരൂപം ഞാനാകുന്നു. അറിവിൻ്റെ ഏകരൂപം. എല്ലാ അറിവുകളും ബ്രഹ്മമാണ്. ഏതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞോ, ആ ഏകരൂപമായ ബ്രഹ്മം മാത്രമാണ് ഞാൻ. അങ്ങനെ ഏതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞോ, ആ അറിവ് തന്നെ ബ്രഹ്മം. ഞാൻ സർവത്തിൻ്റെയും സകലത്തിൻ്റെയും സമ്പൂർണ്ണസാരമാകുന്നു. ഞാൻ കേവലം ബ്രഹ്മം മാത്രമെന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഞാൻ സത്സ്വരൂപമാകുന്നു, സത്സ്വരൂപോസ്മി. സകലതിൻ്റെയും അസ്തിത്വം ഞാനാകുന്നു. ഞാൻ അനുഗ്രഹങ്ങളുടെയും അനുഗ്രഹമാകുന്നു. കൈവല്യം, പരമാനുഗ്രഹം അത് ബ്രഹ്മമാകുന്നു. ഞാൻ അർത്ഥമോ അനർത്ഥമോ അല്ല, കേവലം ബ്രഹ്മം തന്നെ എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. അപ്രമേയസ്വരൂപോസ്മി, അപ്രതർക്യസ്വരൂപവാൻ, അപഗ്രഹ്യസ്വരൂപോസ്മി. അപ്രഗ്രഹ്യ സ്വരൂപോസ്മി. ഞാൻ അപ്രമേയമാണ്, അളവില്ലാത്തതും അതിരില്ലാത്തതുമായ ബ്രഹ്മമാണ് ഞാൻ. എന്നെ അളക്കാൻ കഴിയില്ല, എൻ്റെ അതിര് നിശ്ചയിക്കാൻ കഴിയില്ല.
അപ്രമേയ സ്വരൂപോസ്മി. ഞാൻ അപ്രതർക്യമാണ്. എന്നെ യുക്തി കൊണ്ടോ തർക്കം കൊണ്ടോ വാക്കുകളാലോ നിർവചിക്കുക സാധ്യമല്ല. എല്ലാ വിവരണങ്ങൾക്കും അതീതമാണ് ഞാൻ. അപ്രതർക്യമാണ്. ഒരു യുക്തി കൊണ്ടും ഒരു തർക്കം കൊണ്ടും ഒരു വാക്കുകൊണ്ടും നിർവചിക്കാൻ കഴിയില്ല അതിനെ. അപ്രഗ്രഹ്യമാണ്. ബുദ്ധി, മനസ്സ്, യുക്തി ഇവ കൊണ്ടൊന്നും എന്നെ ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഞാൻ കേവലം ബ്രഹ്മം തന്നെയെന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഞാൻ എല്ലാ രസങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും അതീതമാണ്. സമസ്ത വികാരങ്ങൾക്കും അതീതമാണ് ഞാൻ. ഞാൻ ഇടതടവില്ലാത്ത അനസ്യൂതമായ പ്രകാശമാണ്, ചൈതന്യമാണ്. ഞാൻ കേവലം ബ്രഹ്മം മാത്രമെന്ന് ഉറപ്പിച്ചുകൊള്ളുക. സർവകർമ്മവിഹീനോഹം സർവഭേദവിവർജിതഃ സർവസന്ദേഹഹീനോസ്മി അഹം ബ്രഹ്മാസ്മി കേവലം. ഞാൻ എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിമുക്തമായിരിക്കുന്നു. കർമ്മം എന്ന ഭാവം ബ്രഹ്മത്തിനില്ല. ഞാൻ എല്ലാ ഭേദങ്ങൾക്കും അതീതമാണ്. ഒരു ഭേദഭാവങ്ങളും എനിക്കില്ല. രൂപം, നാമം, വർണ്ണം, കർമ്മം ഇത്തരം ഭേദങ്ങളൊന്നും ബ്രഹ്മത്തിലില്ല. സർവസന്ദേഹഹീനോസ്മി. എനിക്കൊരു സന്ദേഹവുമില്ല. ഒരു സംശയങ്ങളും എനിക്കില്ല. അങ്ങനെ സംശയരഹിതമാവണമെങ്കിൽ എന്താവണം? സ്വയം ബ്രഹ്മം തന്നെ ആയിത്തീരണം. അവിടെ മാത്രമേ സകല സംശയങ്ങളും ഒടുങ്ങുകയുള്ളൂ. ഈ സംശയങ്ങളെല്ലാം ദ്വൈതത്തിലാണ്. സ്വനില അഥവാ ബ്രഹ്മനിലയിൽ ഒരു സന്ദേഹവുമില്ല. അവിടെ സന്ദേഹിക്കാനായി യാതൊന്നും തന്നെയില്ല. സന്ദേഹവും സന്ദേഹിയും അവിടെയില്ല. ഞാൻ കേവലം ബ്രഹ്മം മാത്രം, ആ ബ്രഹ്മം തന്നെ എന്നത് ഉറപ്പിച്ചുകൊള്ളുക. ഇതിന് അഹംഭാവം അഥവാ ഞാൻ എന്ന ഭാവമില്ല. ഞാൻ എന്ന ഭാവം അവിടെ ഇല്ല. എന്നാൽ ഞാൻ അഹംഭാവമില്ലാത്തവനാണ് എന്നതും അവിടെ ഇല്ല. ഞാൻ അഹംഭാവമില്ലാത്തവനാണ് എന്ന ഒരു ഭാവവും ഇല്ല, അവിടെ ഇല്ല. ഞാൻ സദാ ബ്രഹ്മമായിരിക്കുന്നു. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് അതിസഹജമാണ്. അതുമാത്രമേ ഉള്ളൂ. ഏറ്റവും സഹജമായ ശുദ്ധ ചൈതന്യം, സ്വപ്രകാശമായ ചൈതന്യം, ബ്രഹ്മം, അത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നീ, അത് തന്നെയാണ് ഞാൻ, അത് തന്നെയാണ് ഈ കാണായതെല്ലാം. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഞാൻ ബ്രഹ്മാവോ ബ്രഹ്മാദികളോ അല്ല. ഞാൻ സൃഷ്ടിയല്ല, ഞാൻ സൃഷ്ടികർത്താവല്ല, ആ സൃഷ്ടികർത്താവോ അതിൻ്റെ സൃഷ്ടികളോ ഞാനല്ല. ബ്രഹ്മാവോ ബ്രഹ്മാദികളോ അല്ല, ഞാൻ സൃഷ്ടികർത്താവോ സൃഷ്ടികളോ അല്ല. കേശവനോ കേശവാദികളോ അല്ല. സ്ഥിതികാരകനോ സ്ഥിതി ചെയ്യുന്നവയോ ഞാനല്ല. ശങ്കരനോ ശങ്കരാദിയോ അല്ല, അതായത് സംഹാരകനോ സംഹരിക്കപ്പെടുന്നവയോ അല്ല. എന്താണ് ഇതെല്ലാം അല്ല അല്ല എന്ന് പറഞ്ഞു പോകുന്നത്? എന്തെങ്കിലും പ്രത്യേകമായി ഇത് അതാണ്, ഇത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതെല്ലാം ബ്രഹ്മമല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബ്രഹ്മമാണ്. എന്നാൽ പ്രത്യേകമായി എന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ കേവലം ബ്രഹ്മം മാത്രമാണ് ഞാൻ. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെയല്ല. ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. തുഷ്ണീമേവാവ ഭാസോസ്മി. ഞാൻ മൗനത്തിൽ പ്രകാശിക്കുന്ന കേവല ചൈതന്യമാകുന്നു. ഞാൻ സൂക്ഷ്മമല്ല, ഞാൻ സ്ഥൂലമല്ല. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായതും ഏറ്റവും സ്ഥൂലമായതും ഞാൻ തന്നെയാണ്. ഞാൻ സൂക്ഷ്മമോ സ്ഥൂലമോ അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സൂക്ഷ്മമായതും ഏറ്റവും സ്ഥൂലമായതും ഞാൻ തന്നെയാണ്.
ഞാൻ ശരീരമായി പ്രകാശിക്കുന്നില്ല, ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ഭാവങ്ങളൊന്നും ബ്രഹ്മത്തിനില്ല എന്നർത്ഥം. ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നുവെന്നോ ശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നുവെന്നോ എന്ന ഭാവങ്ങളൊന്നും തന്നെ അവിടെയില്ല. ഞാൻ കേവലം ബോധസാരമാകുന്നു. ചിദ്ഘനം, ബോധത്തിൻ്റെ സാരം, ബോധത്തിന് ആത്മാവ്, ബോധത്തിന് ഘനം, മാസ്, അത് ബ്രഹ്മമാകുന്നു. കേവലം സത്തയാകുന്നു. ഞാൻ ആനന്ദമാകുന്നു. ആ ആനന്ദത്തിന് ആത്മാവായിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ ബാല്യമോ വാർദ്ധക്യമോ യൗവനമോ അല്ല. ഞാൻ ഇതിനെല്ലാം അതീതമായിരിക്കുന്നു, സകലത്തിനും അതീതമായിരിക്കുന്നു. കാണായ നാനാരൂപങ്ങളൊന്നും ഞാനല്ല. ഞാൻ കേവലം ബ്രഹ്മം മാത്രമെന്നറിയുക, ഞാൻ കേവലം ബ്രഹ്മം തന്നെ എന്നറിയുക. ഈ ഞാൻ അതെന്താണ് എന്നതാണ് എല്ലാ ഉപനിഷത്തുകളുടെയും സത്ത. നമ്മൾ ശരീരമല്ലെങ്കിൽ രൂപം എന്ന ഭാവത്തോട് സാത്മ്യം പ്രാപിച്ച് സത്തയെ മറന്നിരിക്കുന്നു. എന്നാൽ നാമരൂപരസ ഗുണങ്ങൾക്ക് അതീതമായ സ്വപ്രകാശ ചൈതന്യമാണ് നാം എന്ന സത്യം തന്നെയാണ് ഉപനിഷത്തുകൾ ഘോഷിക്കുന്നത്. ഈ സത്യത്തെ ആര് ശ്രവിക്കുന്നു അവർ സ്വയം ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഈ സത്യത്തെ നൂറുകണക്കായ വേദശാസ്ത്ര സ്മൃതി ഗ്രന്ഥങ്ങളാലോ ബുദ്ധി, മനസ്സ്, ശരീരം തുടങ്ങിയവയാലോ സ്ഥൂല സൂക്ഷ്മങ്ങളാലോ പഞ്ചഭൂതങ്ങളാലോ അറിയാവതല്ല. ബ്രഹ്മം എന്നത് സമസ്തത്തിലും നിറഞ്ഞിരിക്കുന്ന സകലതിൻ്റെയും മൂലമായ സർവസാരമായ ചൈതന്യമാകുന്നു. അത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും ഹൃദയമധ്യത്തിൽ പ്രകാശിക്കുന്നു. ശ്രദ്ധിക്കുക, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. നമ്മളുടെ നിർണയങ്ങൾക്ക് അതീതമായ അനേകം പ്രപഞ്ചങ്ങൾ ബ്രഹ്മബോധത്തിൽ പ്രകാശിക്കുന്നുണ്ട്. അവയിൽ ഓരോന്നിലും ചേതനവും അചേതനവും കാണുന്നതും കാണാത്തതുമായ സകല രൂപങ്ങളിലെയും ഹൃദയമധ്യത്തിൽ ബ്രഹ്മം പ്രകാശിക്കുന്നു. അത് കേവലം സ്വപ്രകാശ ചൈതന്യമായിരിക്കുന്നു. ആധ്യാത്മിക ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കേവലം സ്വപ്രകാശ ചൈതന്യമായിരിക്കുന്നു. അത് നീ തന്നെയാകുന്നു. നീ കേവലം ബ്രഹ്മം തന്നെ, ബ്രഹ്മം മാത്രമാണ്. അതുമാത്രമേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം ഇല്ലാത്തതാണ്. ഇത് ആവർത്തിച്ച് ബുദ്ധിയിലും ബോധത്തിലും മനസ്സിലും ആവർത്തിച്ചങ്ങ് ഉറപ്പിച്ചു കൊള്ളുക. വേദശാസ്ത്ര സ്മൃതി ഗ്രന്ഥങ്ങളാലോ ബുദ്ധി, മനസ്സ്, ശരീരം തുടങ്ങിയവയാലോ സ്ഥൂല സൂക്ഷ്മങ്ങളാലോ പഞ്ചഭൂതങ്ങളാലോ അറിയാവതല്ല എന്ന് പറയുന്നു. ഇതിനെ പ്രത്യേകമായി ഇതിലേതെങ്കിലും ഒന്നിനെ നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിത് അറിയാൻ കഴിയില്ല. ഇതറിയാനുള്ള എളുപ്പ വഴിയാണ് ഈ സത്യത്തെ ആദ്യം ആവർത്തിച്ച് ബുദ്ധി, മനസ്സ്, ബോധം ഇവയിൽ ആവർത്തിച്ച് ഉറപ്പിച്ചു കൊള്ളുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്തു തന്നെ ചെയ്യുമ്പോഴും താൻ സ്വയം ബ്രഹ്മം തന്നെ എന്ന ആ ചിന്തയെ നിങ്ങൾ കൈവിടാതിരിക്കുക. ആ മറ്റ് ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ ഈ മൂന്നിനെയും, മനസ്സിനെയും ബുദ്ധിയെയും ബോധത്തെയും ഈ ഒരു അറിവിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചുകൊള്ളുക ആദ്യം. അങ്ങനെ ഒരു ദിവസം അതങ്ങ് പ്രകാശിച്ചുകൊള്ളും. അപ്പോൾ സദാ ഇത് തന്നെ ആവർത്തിക്കുക, സദാ ഇത് തന്നെ ചിന്തിക്കുക, സദാ ഇതിൽ തന്നെ ആയിരിക്കുക. അതാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. അതാണ് സാധന. ഞാൻ സ്വയം ബ്രഹ്മം തന്നെയാണ്. ഞാൻ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെയല്ല. എനിക്ക് ചുറ്റും കാണുന്നതും കാണാത്തതുമായ സകലതും ഞാൻ തന്നെയാകുന്നു. ഒരന്യവസ്തുവും ഇവിടെയില്ല. ഉള്ളത് ഏകമാത്രമായ ശുദ്ധചൈതന്യ വസ്തുവായ ബ്രഹ്മം മാത്രമാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ.
ആത്മാന്വേഷികൾ തങ്ങൾക്ക് അവശേഷിക്കുന്ന മറയെ നീക്കാൻ ഈ ഋഭുഗീതാ ശ്രവണം ഒരു മാർഗമാക്കാവുന്നതാണ്. നമ്മൾ നോക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സത്യവസ്തുവിനെ ഇത്രയും സംശയാതീതമായി സ്പഷ്ടമായി വിവരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. അപ്പോൾ ഇത് വീണ്ടും 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 കേട്ട് ഉറപ്പിച്ചു കൊള്ളുക, അതൊരു വഴിയാണ്, എളുപ്പ വഴിയാണ്. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.